ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 55 സങ്കീർത്തനം 16 വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ഉറപ്പും ബോധ്യവും നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും, കർത്താവ് എന്നെ രക്ഷിക്കും. കർത്താവിൻ്റെ പ്രവർത്തികളിലുള്ള ആഴമേറിയ വിശ്വാസമാണ് ഇപ്രകാരം ഒരു ഏറ്റുപറച്ചിലിനെ ദാവീദിനെ പ്രാപ്തനാക്കിയത്. ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും താൻ അനുഭവിക്കുന്ന വിവിധങ്ങളായ ദുഃഖ ദുരിതങ്ങളിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കുവാൻ മതിയായവനാണ് സർവശക്തനായ എൻ്റെ കർത്താവ്. ഈ ഒരു വെളിപാടാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത്. എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ദാവീദ് കടന്നുപോയി. എന്നാൽ ഇതിൻ്റെ നടുവിലെല്ലാം ഉറച്ച ദൈവാശ്രയ ബോധത്തോടെ കർത്താവിലും കർത്താവിൻ്റെ വചനങ്ങളിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദാവീദ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് 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 പോവുകയാണ്. എൻ്റെ കർത്താവ് ഏത് പ്രതികൂലത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ മതിയായവനാണെന്നുള്ള വെളിപാട്. എൻ്റെ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, നമ്മൾ ഹൃദയം തുറക്കുമ്പോൾ, നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ, നമ്മൾ മുട്ടുമടക്കുമ്പോൾ, നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സംരക്ഷിക്കുന്ന, വിമോചിപ്പിക്കുന്ന, സുഖപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, രക്ഷിക്കുന്നവനായ ദൈവം. ഈ വചനത്തിന്റെ ക്രമ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ദൈവത്തിന്റെ റൂഹായേ, തിരുവചനങ്ങളിലൂടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവവചനത്തിന്റെ അഭിഷേകവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ. കാലഘട്ടത്തിന്റെ കൃപയായി, ഇന്നിന്റെ അഭിഷേകമായി പതിനായിരങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരഘോഷത്തോടെ എല്ലാം മറന്ന് പാടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ റൂഹ നമ്മുടെ മേൽ ആവസിക്കുന്ന സമയം, ദൈവവചനത്തിന്റെ മാധുര്യത്താലും വചനത്തിന്റെ അനന്ത ശക്തിയാലും നമ്മളെ വിമോചിപ്പിക്കുന്ന കൃപയുടെ സമയമാണ്. ഒരു വ്യക്തി പോലും ഈ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഉണർവോടെ, പ്രാർത്ഥനയോടെ, വലിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരുന്നു കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആത്മാവിൻ തീയെ, സ്വർഗീയ തീയെ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. എല്ലാവരും ചേർന്ന് പാടുകേ. ആത്മാവിൻ തീയെ, സ്വർഗീയ ദൈവത്തിന്റെ തീയെ, ഓ സ്വർഗീയ തീയെ കത്തിപ്പടരണമേ. ആമേൻ. നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം,
ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ ഉറപ്പോടെ ബോധ്യത്തോടെ ഏറ്റു പറഞ്ഞ്, കർത്താവേ ഞാൻ നിന്റേതാണ്, ഞാൻ അവിടത്തേതാണ് കർത്താവേ. ഈശോ ഈ ജീവിതം എന്റെ ഒന്ന് ചങ്ക് തുറന്ന് വിളിച്ചെന്റെ ഈശോയെ എന്ന് വിളിച്ചേ. യേശുവേ ഈ ജീവിതം എന്റെ യേശുവേ, അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ ഒഴുകണേ ആത്മശക്തിയായി കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്കും നിറഞ്ഞൊഴുകുക പരിശുദ്ധാത്മാവേ. ആത്മശക്തിയായി, പ്രഭാവരങ്ങളായി, അത്ഭുത വിടുതലായി, അത്ഭുത കൃപയായി നിറഞ്ഞൊഴുകണമേ. സ്പിരിറ്റ് മൂവ്. ശക്തിയായി ശക്തിയായി ഇറങ്ങണമേ. ഒഴുകണേ ഒഴുകണേ ആത്മശക്തിയായി ഒഴുകണമേ, ഒഴുകണേ ഒഴുകണേ. എല്ലാവരും സ്വരമേറ്റി പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഒഴുകണമേ ഒഴുകണമേ. അനുഗ്രഹത്തിന്റെ, വചനത്തിന്റെ, കൃപയുടെ, പ്രാർത്ഥനയുടെ, ദൈവസ്നേഹത്തിന്റെ നദിയായി ഒഴുകണമേ ഒഴുകണമേ ഒഴുകണമേ. റിലീസ്. കരങ്ങളും ഉയർത്തി, ഹൃദയം തുറന്ന്, ഇടിമുഴക്ക ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമത്തെ വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ റുഹായേ, ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുത കൃപയായി, അത്ഭുത അഭിഷേകമായി ആയിരങ്ങളിൽ പതിനായിരങ്ങൾ നിറയണമേ. ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തിയുടെ നിറഞ്ഞൊഴുക്കുണ്ടാകട്ടെ, ആത്മനദിയുടെ ഒഴുക്കുണ്ടാകട്ടെ. ആത്മാവേ, ഹോളി സ്പിരിറ്റ്, വരിക 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 പരിശുദ്ധാത്മാവേ. ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. കർത്താവിന്റെ പദ്ധതികൾക്കായി, കർത്താവിന്റെ ഉദ്ദേശങ്ങൾക്കായി, ഈ കാലഘട്ടത്തിൽ ദൈവകൃപയോടെ ജീവിക്കുവാനായി പരിശുദ്ധാത്മാവെ അനോയിന്റ് ചെയ്യണമേ. സ്പിരിറ്റ് അനോയിന്റ് us, അനോയിന്റ് us. ഓരോ കുടുംബത്തെയും, ഓരോ തലമുറയെയും, ഓരോ സമൂഹത്തെയും, സഭ മുഴുവനെയും, ലോക ജനതയെയും പരിശുദ്ധാത്മാവേ ബ്ലസ്, ബ്ലസ്, anoint, anoint. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾ അമ്മയുടെ മടിത്തട്ടിലാണ്. അമ്മയുടെ മടിയിലിരുന്ന വചനത്തിന്റെ വെളിപാടുകൾ സ്വീകരിക്കുക, ദൈവവചനത്തിന്റെ ദൂതുകൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി മധ്യസ്ഥമേകണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ജൂലൈ മാസം കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിനായി തിരുസഭ പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ്. ഒപ്പം ജൂലൈ 13-ാം തീയതി റോസമിസ്റ്റിക് അമ്മയുടെ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കുകയാണ്. സഭയിൽ വളരെ നിർണായകമായ സ്വർഗീയ വെളിപാടുകൾ ലഭ്യമായ മരിയൻ പ്രത്യക്ഷീകരണമായിരുന്നു പെരീന ഗില്ലി എന്ന് പറയുന്ന ഒരു സാധാരണ നേഴ്സിന് അമ്മ മാതാവ് നൽകിയ വെളിപാടുകളും ദർശനങ്ങളും. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗീയ വെളിപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ.
വൈദിക സമർപ്പിത ആത്മാക്കൾക്ക് വേണ്ടി തീഷ്ണതയോടെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അമ്മ മാതാവ് പെരിന്ന ഗില്ലിയോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെക്കുറിച്ച്, എന്തുകൊണ്ടാണ് സഭയിൽ ദൈവവിളികൾ കുറയുന്നത്, അതെങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനാവശ്യമായ സ്വർഗീയമായ പ്രവചനങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് പെരിന്ന ഗില്ലിക്ക് നൽകുകയാണ്. 30 വെള്ളിക്കാശിനെ നമ്മുടെ കർത്താവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തതുപോലെ പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി കർത്താവിനെ തള്ളിപ്പറയുന്ന, കർത്താവിനെ അപമാനിക്കുന്ന തൻ്റെ സമർപ്പിത ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗത്തോടെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ പ്രത്യക്ഷീകരണത്തിൽ അമ്മ മാതാവ് അറിയിക്കുകയാണ്. തുടർന്നുള്ള ദിനങ്ങളിലൊക്കെ നമ്മൾ അതിനുവേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് തിരുസഭയ്ക്ക് വേണ്ടി, സമർപ്പിത ആത്മാക്കൾക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികൾക്കായി, കർത്താവിനെ ഏറെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് വൈദിക ആത്മാക്കൾക്കായി നമ്മൾ കണ്ണുനീരോടെ തീഷ്ണതയോടെ പരിഹാരം ചെയ്ത് പരിത്യാഗമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അമ്മ നിരന്തരം ആവർത്തിച്ച് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പം ജൂലൈ 16-ാം തീയതി സാർവത്രിക സഭയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മറ്റൊരു പ്രധാന തിരുനാൾ ആഘോഷിക്കുകയാണ്. കർമ്മലിത്ത മാതാവിൻ്റെ തിരുനാളാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ തിരുനാളുകൾക്ക് വലിയ പ്രസക്തി നമ്മളായിരിക്കുന്ന ഈ നാളുകളിലുണ്ട്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ ജ്ഞാനത്തിലൂടെ വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന, സ്വർഗം നൽകുന്ന ആയുധം, സ്വർഗം നമുക്കായി നൽകുന്ന ആയുധം. സ്വർഗത്തിൻ്റെ വിവിധങ്ങളായ ആയുധങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് നൽകുന്നുണ്ട്. പരിശുദ്ധ കുർബാന ശക്തമായ ആയുധമാണ്. പരിശുദ്ധ ജപമാല, ദൈവത്തിൻ്റെ വചനം, കർത്താവായ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, പ്രാർത്ഥന, ഉപവാസം, പരിത്യാഗം എന്നു വേണ്ട വിവിധങ്ങളായ സ്വർഗീയമായ ആയുധങ്ങൾ നാം തിരിച്ചറിഞ്ഞ് ഈ ആയുധങ്ങൾ അണിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കണം. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് നൽകുന്ന ശക്തമായൊരു സന്ദേശമുണ്ട്. എഫെസസ്കാർക്ക് ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനമാണ്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുകയും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുക. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട്, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നാം ജീവിക്കുവാൻ വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പിശാച് വളരെയധികം പ്രബലപ്പെട്ടിരിക്കുന്നൊരു സമയമാണിത്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വീഴ്ത്തിക്കളയുവാൻ, കർത്താവിൻ്റെ മുദ്രിത ആത്മാക്കളെ പോലും നശിപ്പിക്കുവാൻ അരിശം കൊണ്ട് പിശാച് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കുടുംബങ്ങളെ താറുമാറാക്കി, സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തിക്കളഞ്ഞ്, കർത്താവിൻ്റെ പുരോഹിതരെ പൗരോഹിത ശുശ്രൂഷയിൽ അവരെ മന്ദതയും മാന്യമുള്ളവരാക്കി, സഭയിൽ വിഭാഗീയതയും അസ്വസ്ഥതകളും വിതച്ചുകൊണ്ട് സഭയെ തളർത്തുവാനായി
ഇന്ന് വളരെ ശക്തിയോടെ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയം. ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, കർത്താവിൻ്റെ ജനം കർത്താവിലും അവിടുത്തെ ശക്തി, അത് ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിലും കരുത്തു പ്രാപിക്കേണ്ട സമയം. വീണ്ടും അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. എഫെസസ് കറക്കുന്ന ലേഖനം 6:11 പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. എല്ലാവരും വചനം ശ്രദ്ധിച്ച്, ദൈവത്തിൻ്റെ സർവായുധങ്ങൾ, എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുക. അപ്പം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് മാറുവാൻ. നമ്മൾ യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, ആയുധമില്ലാതെ നമ്മൾ യുദ്ധം ചെയ്താൽ ഇത് സംഭവിക്കും, ശത്രുവിൻ്റെ വെട്ടും കുത്തുമേറ്റ് നമ്മൾ നശിച്ചു പോകും. കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കുവിൻ. എല്ലാ ആയുധങ്ങളും ധരിക്കുക. നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ്, ആത്മീയ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുവാൻ, നമ്മൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതിരിക്കാൻ, നമ്മുടെ ആത്മരക്ഷ ഇല്ലാതായി പോകാൻ നമ്മൾ ഒരിക്കലും ശ്രദ്ധയില്ലാത്തവരാകരുത്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ നമുക്കുണ്ടാകണം. അതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വളരെ ശക്തമായൊരു ആയുധത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1245 കർമ്മലിത്ത സഭയുടെ 6ാമത്തെ ജനറലായി വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക് ചുമതലയേൽക്കുകയാണ്. 1245 കാലഘട്ടത്തിലെ നമുക്കറിയാം, ഈ കർമ്മലിത്ത സഭ അത് പാലസ്തീൻ, അവിടുത്തെ കർമ്മൽ മലയിൽ രൂപപ്പെട്ടതാണ്. കുരിശുയുദ്ധത്തിൻ്റെ ആ നാളുകളിലാണ് യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് കർമ്മലിത്ത സമൂഹം കടന്നു വരുന്നത്. ഏറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും യൂറോപ്പിൽ കർമ്മലിത്ത സമൂഹത്തിനുണ്ടാവുകയാണ്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും സമൂഹാംഗങ്ങൾ ചിതറിക്കെടുക്കുന്നു. ഇവരെ ഏകോപിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ആ നാളുകളിൽ വളരെ പ്രയാസകരമായ ഒരു പരിശ്രമമായിരുന്നു. മാത്രമല്ല, സഭയെ എതിർക്കുന്ന, സഭയെ ദ്വേഷിക്കുന്ന മറ്റു പലരിൽ നിന്നുള്ള ശക്തമായ എതിർപ്പുകളും ഭീഷണികളെല്ലാം അന്ന് ഈ സമൂഹത്തിൻ്റെ നേരെ അലയടിച്ചു കൊണ്ടിരുന്നു. കർമ്മലിത്ത സഭയുടെ ജനറലായ വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക്, അദ്ദേഹം കർമ്മലിത്ത സഭയിൽ ചേരുന്നതിനേക്കാൾ മുൻപ് തന്നെ താപസ ജീവിതം, കഠിനമായ പരിത്യാഗ പരിഹാര പ്രാർത്ഥനയിൽ താപസ ജീവിതം നയിച്ചിരുന്ന കർത്താവിൻ്റെ ഒരു ശുദ്ധാത്മാവായിരുന്നു. ഒരു മരപ്പൊത്തിൽ അദ്ദേഹം താപസ ജീവിതം നയിച്ച്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരിനോടുകൂടെ സ്റ്റോക്ക് എന്നുള്ള ആ പദം ചേർക്കപ്പെടുന്നത്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക് അദ്ദേഹമാണ് സഭയുടെ ജനറൽ. അദ്ദേഹം പരിശുദ്ധ അമ്മ മാതാവിനോട് ഒരുപാട് സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന അമ്മയുടെ പൊന്നു മകനായിരുന്നു. ഇംഗ്ലണ്ടിലെ എയിൽസ്ഫോർഡിൽ തൻ്റെ ആശ്രമ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന് തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹം അനേകം ദിനങ്ങൾ കണ്ണുനീരോടെ, പരിത്യാഗത്തോടെ, നിലവിളിയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. തൻ്റെ സമൂഹത്തിൻ്റെ അവസ്ഥ കണ്ട്, അമ്മ മാതാവേ, എൻ്റെ സമൂഹത്തെ രക്ഷിക്കുവാൻ, ചെതറിക്കിടക്കുന്ന സമൂഹങ്ങളെ ഒന്നിപ്പിക്കുവാൻ, ഏകോപിപ്പിക്കുവാൻ, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സൈമൺ സ്റ്റോക്ക് ദിനരാത്രങ്ങളെ നിലവിളിയോടെ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ മുൻപിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ, വചനം പറയുന്നതിൽ 51-ാം സങ്കീർത്തനത്തിൽ, നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, വളരെ ക്ലോസ് ആണ്. ആരെല്ലാം ദൈവസന്നിധിയിൽ ഹൃദയ തകർച്ചയോടെ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ പ്രാർത്ഥനയും കണ്ണുനീരും മറികടന്ന് കർത്താവിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പരിശുദ്ധ അമ്മ മാതാവിന് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. അമ്മ കരുണയുള്ളവളാ, അമ്മ സ്നേഹമുള്ളവളാ, അമ്മ മനസ്സലിവുള്ളവളാ, അമ്മ ആർദ്രതയുള്ളവളാ, അമ്മ നമ്മുടെ അഭിഭാഷകയാ. ഹല്ലേലൂയ.
പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ തീഷ്ണതയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ താൻ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മയാണ് നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മ. എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണെന്നറിയോ? 1251 ജൂലൈ 16 പ്രഭാതത്തിൽ ആ ദിനരാത്രങ്ങളിലൊക്കെ കണ്ണുനീരോടെ തീഷ്ണതയോടെ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിക്കുക. തൻ്റെ സമൂഹത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഈ പ്രതിസന്ധികളിൽ സ്വർഗത്തിന് ഇടപെടലുണ്ടാകാൻ വേണ്ടി അദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് തവിട്ട് നിറമുള്ള കുപ്പായവും മഞ്ഞ നിറമുള്ള മേലങ്കിയും ധരിച്ച് അസംഖ്യം മാലാഖമാരോടുകൂടെ പരിശുദ്ധ അമ്മ മാതാവ് ഉണ്ണിയേശുവിനെ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു, മറുകൈയിൽ ഉത്രിയുമായി വിശുദ്ധനായ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെടുകയാണ്. സഭാ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു പ്രത്യക്ഷീകരണമാണിത്. പരിശുദ്ധ അമ്മ അനേകം മാലാഖമാരോടൊപ്പം വന്ന് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടു. ഉത്രിയെ നീട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയ മകനെ, ഞാൻ നിൻ്റെ അമ്മയാണ്. ഉത്രിയും കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് സ്വർഗത്തിൽ നിന്നുള്ളൊരു അടയാളമാണ്, ആയുധമാണ്. ഇത് ഭക്തിയോടെ ഒരുക്കത്തോടെ ധരിക്കുന്നവര് നിത്യ നരകാഗ്നിക്ക് ഇരയാവുകയില്ല, അവർ നിത്യനരകത്തിൽ നിബന്ധിക്കുകയില്ല. ഞാൻ അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ മാതാവ് ഉത്രിയം കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വിവിധങ്ങളായ ആത്മീയ ആയുധങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഉത്തിരിയം. ഹല്ലേലൂയ! നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് തുളച്ച് കയറും. ഉത്തിരിയം വളരെ പ്രധാനപ്പെട്ട, ഇതൊരു വെച്ച് കഥയോ കടുംകഥയോ കെട്ടുകഥയോ അല്ല സഹോദരങ്ങളെ. ഈ നാളുകളിൽ നമ്മളത് അതീവ ശ്രദ്ധയോടെ ആത്മീയ ഒരുക്കത്തോടെ ധരിക്കണം. നമ്മൾ ഉത്തിരിയം അണിയണം. അത് നാളുകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. എന്തിങ്ങ് ധരിക്കുക, ഉത്തിരിയം ധരിക്കുക. ഇപ്പോൾ ആ ശീലങ്ങളൊക്കെ മാറി. നമ്മൾ ചില പാരമ്പര്യങ്ങളും ചില ദൈവിക സത്യങ്ങളും നമ്മൾ മുറുകെ പിടിക്കണം സഹോദരങ്ങളെ. നമ്മൾ അവിടെയൊക്കെ വീക്കായതാണ് ഇന്ന് കുടുംബങ്ങൾ നാശത്തിനും നമ്മുടെ സമൂഹങ്ങളുടെ ക്ഷയത്തിനും സഭയുടെ തളർച്ചയ്ക്കൊക്കെ കാരണമായി തീരുന്നത്. ഇത്തരത്തിലുള്ള വിശ്വാസ പാരമ്പര്യങ്ങൾ, സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന കൃപയുടെ അടയാളങ്ങൾ നമ്മൾ പലപ്പോഴും അത് അവഗണിക്കുകയാണ്, നിരസിക്കുകയാണ്. പലപ്പോഴും നമ്മൾ റിസീവ് ചെയ്യുന്നില്ല, വേണ്ട വിധം അതിനെ ഉൾക്കൊള്ളുന്നില്ല, മാനിക്കുന്നില്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനനുസരിക്കുന്നില്ല. ഇത് പലപ്പോഴും നമ്മുടെ ആത്മീയ തളർച്ചയ്ക്കും നാശത്തിനും കാരണമായി തീരുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? എന്നിട്ട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനതൊന്ന് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അമ്മ പറഞ്ഞു, കുറച്ച് വാഗ്ദാനങ്ങൾ അമ്മ കൊടുക്കുക. ഒന്നാമതായിട്ട് അമ്മ മാതാവ് പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാ ആപത്തുകളിൽ നിന്നും, ആത്മീയ ശാരീരികമായ അശുദ്ധമായ പീഡകളിൽ നിന്നും ഞാൻ അവരെ, ഭയഭക്തിയോടെ സ്നേഹത്തോടെ ഉത്തരീയം അണിയുന്നവരെ ഞാൻ കാത്ത് സംരക്ഷിക്കും. വീണ്ടും അമ്മ മാതാവ് പറഞ്ഞു, എൻ്റെ ശക്തമായ പിന്തുണ ഞാൻ അവർക്ക് നൽകും. പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, കൊടിയ സഹനങ്ങളിൽ, ദുരിതങ്ങളിലെല്ലാം അമ്മ മാതാവിൻ്റെ സജീവമായ സാന്നിധ്യം, അമ്മ മാതാവിൻ്റെ പിന്തുണ, അമ്മയുടെ മാധ്യസ്ഥം തൻ്റെ പൊന്നു മക്കൾക്ക് അമ്മ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. വീണ്ടും പരിശുദ്ധ അമ്മ പറഞ്ഞു, മരണനേരത്ത് ഒരു അമ്മയെ പോലെ ഞാൻ അവരെ ശുശ്രൂഷിക്കും. ഇത്ര വലിയ ഒരു പ്രോമിസ് അത്. അമ്മയുടെ സ്നേഹം, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ശുശ്രൂഷ നമ്മുടെ ആത്മാവിന് എന്തുമാത്രം അനുഗ്രഹമാണ് സഹോദരങ്ങളെ. മരണനേരത്ത് ഞാൻ അവരുടെ ആത്മാവിന് പ്രത്യേകമായി ശുശ്രൂഷിക്കും. നിത്യ നരകാഗ്നി അകപ്പെടാതെ അവരെ സംരക്ഷിക്കുകയും ചെയ്യും, ഉറപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, എല്ലാവരും ഉത്തരീയം ധരിക്കുക. നമുക്കറിയാം ഉത്തരീയം എന്താണെന്നറിയാലോ. എൻ്റെ സഹോദരങ്ങൾ, വലിയൊരു അഭിഷേകമാണ്, അനുഗ്രഹമാണ്, പ്രൊട്ടക്ഷനാണ്. പൈശാചിക പോരുകളിൽ നിന്ന്, സാത്താന്യ പീഡകളിൽ നിന്ന്, മറ്റു പല അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന ശക്തമായൊരു ആയുധമാണ് പരിശുദ്ധ അമ്മ മാതാവിയുടെ സ്വർഗം തന്നിരിക്കുന്ന ഈ ഉത്തരീയം. അങ്ങനെ കർമ്മലിത്ത സഭയിൽ ഇത് അണിയുകയാണ്. എന്നാൽ അത്ഭുതകരമായി സഭയ്ക്ക് വളർച്ചയുണ്ടാവുകയാണ്.
സഭയ്ക്ക് നന്മയുണ്ടാവുകയാണ്. പ്രതിസന്ധികളിൽ ദൈവശക്തി ഇറങ്ങി വന്ന് പരിഹരിക്കപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ഈ ഉത്തരീയം അണിയുമ്പോൾ ആരും നരകത്തിൽ നിബന്ധിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പാപത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും ജീവിക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മ മാതാവിനെ അപമാനിക്കുന്ന തുല്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഉത്തരീയം അണിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആത്മീയമായ ഒരുക്കത്തോടെ, ആത്മീയമായ ഉണർവോടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പൊന്നുമോനായി പൊന്നുമോളായി ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യേകമായ കടാക്ഷവും അനുഗ്രഹവും ആശീർവാദവും നമുക്ക് സദാസമയം ലഭ്യമാക്കി തരും. ആരെ? പരിശുദ്ധ അമ്മ മാതാവ്. 16ഓളം മാർപ്പാപ്പമാരെ ഉത്തരീയത്തെ സ്ഥിരീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 16ഓളം മാർപ്പാപ്പന്മാർ. 15-ാം ബെനഡിക്ട് മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, 12-ാം പീയൂസ് മാർപ്പാപ്പ, വിശുദ്ധനായ 10-ാം പീയൂസ് മാർപ്പാപ്പ, ലയോ 13-ാമൻ മാർപ്പാപ്പ, ഇങ്ങനെ അനേകം മാർപ്പാപ്പമാരെ ഉത്തരീയ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും അത് സഭയിൽ ആകമാനം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പമാരുടെയൊക്കെ പ്രസ്താവനകൾ എത്ര പവർഫുള്ളാണെന്നറിയോ? 1-2 പ്രസ്താവനകൾ മാത്രം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ 10-ാം പീയൂസ് മാർപ്പാപ്പ പറയാണ്, ഞാൻ ഉത്തരീയം ധരിക്കുന്നുണ്ട്, ഒരിക്കലും നിങ്ങളത് ഉപേക്ഷിക്കരുത്. വീണ്ടും 12-ാം പീയൂസ് മാർപ്പാപ്പ പറയാണ്, എല്ലാവരും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിക്കണമെന്നും എല്ലാ കത്തോലിക്കരും ഉത്തരീയം ധരിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. അത് വലിയ ആയുധമാണ്, സംരക്ഷണമാണെന്ന് 12-ാം പീയൂസ് മാർപ്പാപ്പ പറയാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാണ്, വർഷങ്ങളായി ഞാൻ ഉത്തരീയം ധരിക്കുന്നുണ്ട്, അത് മരിയൻ ആധ്യാത്മികതയുടെ പ്രതീകമാണ്, അത് വലിയ അടയാളമാണ്. മാർപ്പാപ്പമാരുടെ സാക്ഷ്യങ്ങളാണിത്. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ, എൻ്റെ സഹോദരങ്ങളെ, ആവിലിയിൽ അമ്മ ത്രേസ്യ, വിശുദ്ധ കൊളംബിയൻ, വിശുദ്ധ ബെർണാദ്, അതുപോലെ തന്നെ അനേകം വിശുദ്ധരെ, അവരെല്ലാം ഏതാനും വിശുദ്ധർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ കൊളംബിയൻ പറയാണ്, ഉത്തരീയം ധരിച്ച് സുഹൃത ജീവിതം നയിക്കുന്ന അമ്മയുടെ മക്കൾക്ക് ഉത്തരീയം നിത്യരക്ഷയുടെ അടയാളമായി തീരും. വിശുദ്ധ ആൻസലം പറയാണ്, ഉത്തരീയധാരികളായ അമ്മയുടെ മക്കളോട് നിങ്ങൾ ആത്മാക്കൾ നശിച്ചു പോകില്ല, ആത്മാക്കൾ നശിച്ചു പോകില്ല. അനുതാപവും മാനസാന്തരവും പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് തരും. ഒരുപാട് വിശുദ്ധയുടെ സാക്ഷ്യങ്ങളെല്ലാം ഉണ്ട്. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് ഇത് പല പ്രാവശ്യം തൻ്റെ മക്കളെ സഭയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 1208 വിശുദ്ധനായ ഡൊമിനിക്കിനെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? ഉത്തരീയത്തിലൂടെയും ജപമാലയിലൂടെയും ഞാൻ ലോകത്തെ രക്ഷിക്കുമെന്നാണ് അമ്മ പറഞ്ഞത്. വീണ്ടും 1958 ജൂലൈ 16 ഫ്രാൻസിലെ ലൂർദിൽ ബെന്നിദത്തയ്ക്ക് അമ്മ 18ാമത്തെ പ്രാവശ്യം അവസാനത്തെ പ്രത്യക്ഷീകരണമാണ്. 18ാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട സമയത്ത് കർമ്മലീത്ത മാതാവായി ഉത്തരീയം തൻ്റെ കൈകളിൽ പിടിച്ച് ഉത്തരീയം നീട്ടിക്കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് ബെന്നിദത്തയ്ക്ക് പ്രത്യക്ഷയായത്. 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ അവസാന പ്രത്യക്ഷീകരണത്തിലും അമ്മ കർമ്മലീത്ത അമ്മയായിട്ട് വന്ന് ആ വസ്ത്രമണിഞ്ഞ് തവിട്ട് നിറവും മഞ്ഞ മേലങ്കി ധരിച്ചുകൊണ്ട് അമ്മ വന്ന് തൻ്റെ കയ്യിൽ ഉത്തരീയം നീട്ടിക്കൊടുക്കുകയാണ് ആ കുഞ്ഞുങ്ങൾക്ക്. 1961 ജൂൺ 19 സ്പെയിനിലെ ഗർബന്താളിൽ വെച്ചും അമ്മ ഈ പ്രത്യക്ഷീകരണം നൽകുന്നുണ്ട്. അപ്പോൾ സഭയിൽ പല പ്രാവശ്യവും പരിശുദ്ധ അമ്മ ഉത്തരീയ ഭക്തിയെക്കുറിച്ചും ഉത്തരീയം അണിയുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചെല്ലാം തൻ്റെ മക്കളെ നിരന്തരം അമ്മ മാതാവ് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗം പരിശുദ്ധ അമ്മ മാതാവിനോട് നൽകിയിരിക്കുന്ന ഉത്തരീയം അണിയുക. എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെല്ലാം അണിയിപ്പിക്കണം. അത് ഭക്തിപൂർവ്വം അവർ അണിയിപ്പിക്കണം. കുളിക്കുന്ന സമയത്ത് മാത്രമാണെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുക. ഭയഭക്തിയോടെ അത് ചുംബിക്കുമ്പോൾ ഭാഗിക ദണ്ഡമോചനം കിട്ടുന്നുണ്ട്. നിങ്ങളത് സ്നേഹപൂർവ്വം അണിയുക. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം, കൃപയുടെ ജീവിതം, ഈ കാലഘട്ടത്തിലുള്ള പൈശാചിക പോരുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് അഭിഷേകത്തിന് ജീവിതം നയിക്കുവാൻ ഈ സ്വർഗീയ ആയുധം നമ്മെ സഹായിക്കും. അമ്മ മാതാവിൻ്റെ കരങ്ങൾ പിടിച്ച്, അമ്മയെ കൂട്ടുപിടിച്ച് ഉത്തരീയം അണിഞ്ഞ്
അമ്മയുടെ സൈന്യമായി ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാം. ഒരു നിമിഷം വലതുകരം ഉയർത്തി അമ്മ മാതാവിനോട് ചേർന്ന വരികളൊന്ന് ചേർന്ന് പാടിക്കേ അഭിഷേകത്തോടെ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. നമ്മൾ ഒരുമിച്ച് ഏറ്റുപാടുന്നു. ആവേ മരിയ, ആവേ മരിയ. ഞങ്ങളെ കുടുംബങ്ങളെ, തലമുറകളെ, കൂട്ടായ്മകളെ, സഭാ സമൂഹങ്ങളെ, സമർപ്പിത സമൂഹങ്ങളെ, ലോകം മുഴുവനെയും അമ്മയുടെ വിമല ഹൃദയം വഴി കർത്താവായ യേശുവിന്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഏകരക്ഷകനും കർത്താവുമായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ